പാലക്കാട് അട്ടപ്പാടിയിൽ തണ്ടപ്പേർ ലഭിക്കാത്തതുകൊണ്ട് കർഷകൻ ആത്മഹത്യ ചെയ്തെന്ന് കുടുംബത്തിന്റെ പരാതി. പുലിയറ സ്വദേശി ഗോപാലകൃഷ്ണനാണ് ജീവൻ ഒടുക്കിയത്. ഷംന വീണ്ടും ചേരുന്നു. ഷംന, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ കർഷകൻ കുറെ കാലമായി ഇയാൾക്ക് അസുഖബാധിതനായിരുന്നു. കാലിനൊരു അസുഖം ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഒപ്പം തന്നെ വീട് നിലവിൽ ലോണിലാണ്. ഈ ലോൺ അടക്കാനൊക്കെ ഏറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നേരിട്ടിരുന്നു. പക്ഷേ ഇയാൾക്കുള്ള ഭൂമി അത് ജപ്തി ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് വഴികൾ തേടാൻ വേണ്ടി ബാങ്കിനെ സമീപിച്ചപ്പോഴാണ് ഈ തണ്ടപ്പേരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. തണ്ടപ്പേര് ലഭിക്കാത്തതിനാൽ ഭൂമിയിൽ മറ്റ് ക്രയവിക്രയങ്ങൾ നടത്താനോ സാമ്പത്തിക ഇടപാടുകൾ നടത്താനോ ഒന്നും കഴിയാത്തൊരവസ്ഥയുണ്ടായി. ഇതോടുകൂടിയാണ് ഈ മനോവിഷമത്തിൽ ആകുന്നത് ഈ കർഷകൻ. തുടർന്നാണ് വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതെന്നാണ് ഇപ്പോൾ കുടുംബങ്ങൾ ആരോപിക്കുന്നത്. എന്തായാലും 4 മാസം മുൻപാണ് ഇത്തരത്തിൽ തന്നെ നരസിമുക്ക് സ്വദേശിയായ കൃഷ്ണസ്വാമി എന്ന കർഷകൻ ഈ തണ്ടപ്പേര് ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ അട്ടപ്പാടിയിൽ എത്തുകയും ഈ കർഷകരുടെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നിരവധി കർഷകർ സമാനമായ അനുഭവങ്ങൾ നേരിടുന്നവരുണ്ട്. അട്ടപ്പാടിയിൽ ഈ തണ്ടപ്പേര് ലഭിക്കാൻ വേണ്ടി വർഷങ്ങളോളം കയറി ഇറങ്ങുന്ന വില്ലേജ് ഓഫീസുകൾ കയറി ഇറങ്ങുന്ന നിരവധി കർഷകർ ഉണ്ടായിരുന്നു. ഇത് പിന്നീട് ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുകയും ജില്ലാ കളക്ടർ തന്നെ ഇതിൽ ഒരു ഉത്തരവിടുകയും ചെയ്തു. അതായത് മൂപ്പിൽ നായർ എന്ന് പറഞ്ഞ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഒരാളുടെ പേരിലുള്ള വസ്തുക്കളാണ് പിന്നീട് ഈ ആദിവാസികൾ അടക്കമുള്ള ജനങ്ങളിലേക്ക് പകുത്തു നൽകിയത്. അപ്പോഴുള്ള ഈ ഭൂമി ഇടപാടിൽ സംബന്ധിച്ച വിഷയങ്ങളാണ് നിലനിൽക്കുന്നത്. നിലവിൽ ഈ ഡിജിറ്റൽ സർവേ അടക്കം പൂർത്തിയാക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ തണ്ടപ്പേരിലൊക്കെ നിലനിൽക്കുന്ന ചില സാങ്കേതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇത്ര അധികം ഡിലേ വരുന്നത് എന്ന് ജില്ലാ കളക്ടർ കണ്ടെത്തുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ ഡിജിറ്റൽ സർവേ അടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കുന്നത് വരെ തൽക്കാലം മൂപ്പിൽ നായരുടെ ഭൂമിയിൽ തണ്ടപ്പേര് അനുവദിക്കുന്ന നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് ജില്ലാ കളക്ടർ ഉത്തരവിടുന്നത്. ഇപ്പോൾ ഈ ആത്മഹത്യ ചെയ്ത കർഷകനും ഇതേ അവസ്ഥയിൽ, അതായത് മൂപ്പിൽ നായരുടെ ഭൂമിയിൽ തന്നെയാണ് തണ്ടപ്പേര് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിലവിൽ ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കുന്നതിനാലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മാത്രമാണ് ഈ തണ്ടപ്പേര് ലഭിക്കാൻ വൈകിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ നിയമപരമായ പ്രശ്നങ്ങളും മറ്റൊന്ന് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ കൂടിയത് മൂലമുണ്ടായ മനോവിഷമത്തിൽ കർഷകൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് ഇപ്പോൾ കുടുംബങ്ങളടക്കം ആരോപിക്കുന്നത്. നിരവധി സമാനമായ അനുഭവങ്ങൾ നേരിടുന്ന നിരവധി കർഷകർ അട്ടപ്പാടിയിലുണ്ട് എന്നതൊരു വസ്തുതയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.